ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനിതാ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്പെഷ്യലാണ്. ഹെയർ ഓയിൽ മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കയ്യെണ്ണയാണ് പറിച്ചിട്ട് വരുന്നത്. ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കയ്യെണ്ണയാണ്, അത് പറിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കൂർക്കൽ പറിച്ചെടുത്തിട്ടുണ്ട്, പനിക്കൂർക്കലാണ്, അതും നമ്മൾ അത്യാവശ്യത്തിന് പറിച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ കീഴാർനെല്ലിയാണ് പറിച്ചെടുക്കുന്നത്, അതും അത്യാവശ്യത്തിന് എടുത്തു. പിന്നെ നമ്മൾ കുറച്ച് ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ വെറ്റില എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ തുളസി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തേങ്ങാപ്പാലം എടുത്ത് വെച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഉലുവ പുതിർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നീലമരി പൊടിയുണ്ട് കേട്ടോ, ഇതൊക്കെ നമ്മൾ വീട്ടിലാക്കിയ പൊടിയാണ്. പിന്നെ ഇതെല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി എല്ലാം അരച്ചെടുക്കണം. അപ്പോൾ എല്ലാം നമ്മൾ അരച്ചതിലേക്ക് തേങ്ങാപ്പാലും ചേർത്ത് വെച്ച് നമുക്ക് കറ്റാർവാഴ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഓട്ടുരുളിയിലേക്ക് 1 ലിറ്റർ എണ്ണയാണ് ആക്കുന്നത്, അപ്പോൾ അത് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഇതിലോട്ട് എല്ലാം ഇടേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അരച്ചത് ആദ്യം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ വേണം നമുക്കത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഉലുവ അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ അതിലേക്ക് ചെമ്പരത്തി പൂവാണ് ഇട്ട് കൊടുക്കുന്നത്, അതും ഇട്ടിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാം. അതിനുശേഷം രാമച്ചം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് ആവശ്യത്തിന് വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ നമ്മൾ നീലമരി പൊടിയും നെല്ലിക്ക വറുത്തരച്ച് പൊടിച്ചതും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. ശേഷം ഇതൊക്കെ ഇങ്ങനെ ഏകദേശം ഇതുപോലെയായി നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം ഒരു കുപ്പിയിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ബെനിഫിറ്റാണ്, നല്ല മണമാണ്. അപ്പോൾ ഇതുപോലുള്ള പച്ച കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ബൈ.